ഏതൊരു ഭാരതീയനെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹം കുറച്ചാൾക്കാരുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹത്തിനോട് ചേർന്ന് KC വേണുഗോപാൽ, നമ്മുടെ MK പ്രേമചന്ദ്രൻ തുടങ്ങിയവരുണ്ട്. ഈ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിലൊരു ഭരണഘടനയുടെ കോപ്പി കൊടുക്കുന്നു. അദ്ദേഹം അത് എന്തെന്നറിയാതെ യാതൊരു പരിഗണനയും നൽകാതെ ആരാണ് തനിക്ക് തന്നത് എന്നുള്ളത് പോലും ശ്രദ്ധിക്കാതെ എടുത്ത് നിലത്തേക്ക് അവഗണനയോടുകൂടി ഇടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഭരണഘടനയാണ്. അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും പാർലമെൻറ്റിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരുന്നു. അതൊക്കെ ഉയർത്തിപ്പിടിച്ചത് ഇതെന്താണെന്നറിയാതെ ആണ് എന്നുള്ളത്. ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, അതിൻ്റെ കണ്ടൻസ് എന്ത് എന്നറിയത്തുമില്ല. അതൊന്നും അറിയാവുന്ന ഒരാളല്ല ഇദ്ദേഹം. പിന്നെ ആരോ പറഞ്ഞു ഇത് ഇന്ത്യയുടെ ഭരണഘടന എന്തോ സംവിധാൻ എന്ന ആ ഗ്രന്ഥമാണ്, അത് പവിത്രമാണെന്നൊക്കെ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടന്നു. ജോഡോ യാത്രയിലും നടന്നു, ചില പത്ര സമ്മേളനങ്ങളിലുമൊക്കെ ഇദ്ദേഹം ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ ബഹേൻ ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ അദ്ദേഹം കാണിച്ചത് ഒരു ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെയുണ്ട്. അതിൽ നമ്മുടെ ഭരണഘടന, നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ഭാരതത്തിൻ്റെ ചിത്രം തുടങ്ങിയതിനെയൊക്കെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റവുമാണ്. ഇദ്ദേഹം ഇത് ഭരണഘടനയാണെന്ന് അറിയാതെയാണ് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ പറയാം എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനത് ഭരണഘടനയല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പണ്ട് ഇദ്ദേഹം പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന, അതായത് പാർലമെൻറ്റിലും മറ്റെല്ലാ സ്ഥലത്തിലും കൈവശം വെച്ച് ഇതാണ് നമ്മുടെ ഗ്രന്ഥം, ഇതാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്ന അതേ രീതിയിലുള്ള, അതേ ബൈൻഡിങ്ങോട് കൂടിയ, അതേ കളറോട് കൂടിയ ഈ ഭരണഘടനയാണ് KC വേണുഗോപാൽ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അതിനെ അവഹേളിച്ചു, KCയെയും അവഹേളിച്ചു. KCയെ ഇപ്പം രാഹുൽ ഗാന്ധി വലുതായിട്ടൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതായാലും ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമാണ്. ഇതിനെതിരെ വേണ്ട രീതിയിൽ വേണ്ടപ്പെട്ട ആൾക്കാർ ക്രിമിനൽ കേസെടുത്ത് ഇദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.